നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിവില കുത്തനെ വീണ്ടും താഴ്ന്നു. വില താഴാനുള്ള കാരണങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. തിരിച്ചടിക്ക് പിന്നിൽ ഇക്കാരണങ്ങൾ. പ്രവാസികളും പ്രതിസന്ധിയിൽ. കടുത്ത വേനൽ ചൂടിന് പിന്നാലെ പാചകവാതക വിതരണത്തിലുണ്ടായ പ്രതിസന്ധിയും ചേർന്നതോടെ വടക്കാഞ്ചേരി മേഖലയിലെ കോഴി കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. ഒരാഴ്ചക്കിടെ കോഴിവിലയിൽ വൻ ഇടിവാണ് ഉണ്ടായത്. പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞതോടെ മേഖലയിലെ ഭൂരിഭാഗം ഹോട്ടലുകളും അടച്ചുപൂട്ടി. തുറന്നു പ്രവർത്തിക്കുന്നവയാകട്ടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ചിക്കൻ വിഭവങ്ങൾ കുറഞ്ഞു. ഇതിനു പുറമെ കടുത്ത വേനലിൽ ചൂട് വർദ്ധിച്ചതോടെ ഇറച്ചി ഉപഭോഗം പൊതുവെ കുറയുകയും ചെയ്തു. കൂടാതെ ഉയർന്ന താപനില കാരണം ഫാമുകളിൽ കോഴികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതും കർഷകർക്ക് ഇരുട്ടടിയായി. മാർച്ച് 24 കിലോയ്ക്ക് 124 രൂപയുണ്ടായിരുന്ന ഫാം റേറ്റ് വെറും ഒരാഴ്ച കൊണ്ട് 90 രൂപയിലേക്ക് താഴ്ന്നു. ചില സ്ഥലങ്ങളിൽ 100 മുതൽ 110 രൂപ വരെയും ഉണ്ട്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് വില കുറഞ്ഞു. ഇപ്പോൾ 13 രൂപയ്ക്കാണ് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത്. 48 രൂപയ്ക്ക് വാങ്ങിയ കുഞ്ഞുങ്ങളെയാണ് ഇങ്ങനെ വിൽക്കേണ്ടി വരുന്നത്. വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി സ്വയം തൊഴിലിനായി കോഴി വളർത്തൽ തിരഞ്ഞെടുത്ത പ്രവാസികളാണ് പ്രതിസന്ധിയിൽ ഏറ്റവുമധികം ഉലയുന്നത്. കോഴി വളർത്തലിനെ കൃഷിഗണത്തിൽ ഉൾപ്പെടുത്താത്തതിനാൽ ബാങ്ക് വായ്പകളിലും ഇൻഷുറൻസ് പരിരക്ഷയിലും അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു. ഫാമുകളിൽ കോഴികൾ കെട്ടിക്കിടക്കുകയാണ്. തീറ്റച്ചെലവ് വർദ്ധിക്കുകയും വില കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഈ മേഖല പാടെ തകരുമെന്നാണ് അവസ്ഥ. നിലവിലെ സാഹചര്യം തുടർന്നാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഫാമുകൾ പൂട്ടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. കോഴി വളർത്തൽ കൃഷിയായി അംഗീകരിക്കുകയും പ്രതിസന്ധി ഘട്ടത്തിൽ കർഷകർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് കേരള പൗൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പാചകവാതക വിതരണത്തിലെ തടസ്സങ്ങൾ നീക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുകയും വേണം. അപ്പോൾ കോഴിയുടെ വില കുറയാനുണ്ടായ കാരണങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.